എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എക്സാമിന് വേണ്ടി ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഓരോ സബ്ജക്റ്റിനും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ, ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള പാഠഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ ആദ്യത്തെ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് കലയുടെ പേരുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒന്നില്ലെന്നാം മൂന്നാമത്തെ യൂണിറ്റ്, നാലാമത്തെ യൂണിറ്റായ മൊഴിമുത്തുകൾ കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ പോർഷൻസും ഓരോരോ ലെസൺസും പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ അടിസ്ഥാന പാഠാവലിയിൽ വരുമ്പോൾ ആയുരാരോഗ്യ സൗഖ്യം രണ്ടാമത്തെ യൂണിറ്റാണ്. അതിലെ ലെസൺസുകളുണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക. നാല് ലെസൺസ് ആണുള്ളത്. പ്രത്യാശയുടെ കിരണങ്ങൾ, ഒപ്പം ഇടിക്കുന്നത്, സ്നേഹപൂർവ്വം, അമ്മ. അപ്പം ഈ രണ്ടാമത്തെ യൂണിറ്റിലെ ഈ സെക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുക. ദെൻ അടുത്തത് ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ഉണ്ട്, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. അതുപോലെ തന്നെ യൂണിറ്റ് 3 ആണ് ദ ട്രയൽ ഓഫ് സയൻസ്. അതിൽ വരുന്ന ലെസൺസുകളുണ്ട്, ടോക്കിംഗ് ഓഫ് സയൻസ്, എൻജിൻ ട്രബിൾ, ദ അസ്ട്രോണമർ. അതുപോലെ തന്നെ യൂണിറ്റ് 4 ഫാബ്രിക് ഓഫ് ടുഗദർനെസ്, ഗെറ്റ് ടുഗദർ, എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, താങ്ക് യു മാം. അപ്പം ഈ 3 ലെസൺസ് ആണ് യൂണിറ്റ് 4 അപ്പം യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഇത് 3 ക്രിസ്മസ് എക്സാമിനും പഠിക്കാനുണ്ട്. then അടുത്ത ഹിന്ദിയിൽ വരുന്നത് രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിലെ ലെസൺ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ യൂണിറ്റ് ഉണ്ട്. മൂന്നാമത്തെ യൂണിറ്റിലും സെപ്പറേറ്റ് ലെസൺസുകളുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ യൂണിറ്റും ഉണ്ട്. അപ്പം 2, 3, 4 3 യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലെ പോർഷൻ കേട്ടോ. ഫസ്റ്റ് ടൈമിലെ പോർഷൻ കഴിഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. ദെൻ സോഷ്യൽ സയൻസിൽ വരുമ്പോൾ 5ാമത്തെ യൂണിറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി, വിഭവവിനിയോഗവും സുസ്ഥിരതയും, മീഡിയ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ്, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. 8ാമത്തെ യൂണിറ്റ് നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള, ദേശീയ പ്രസ്ഥാനവും കേരളവും. 9ാമത്തെ ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ് കേട്ടോ, ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. ദെൻ അടുത്ത് ഫിസിക്സിൽ വരുമ്പോൾ 3ാമത്തെ യൂണിറ്റ് മർദ്ദം കേട്ടോ, പ്രഷർ പഠിക്കാനുണ്ട്. പ്രഷർ അഥവാ മർദ്ദം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിതവൈദ്യുതി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ ഏതാണ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി, കാന്തികതയും വൈദ്യുതിയും. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. ദെൻ അടുത്ത കെമിസ്ട്രി ആണ് വരുന്നത്. കെമിസ്ട്രിയിലെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും, ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ്, അതായത് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വാട്ടർ, ജലവും. 3 യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ദെൻ അടുത്ത ബയോളജിയാണ്. ബയോളജിയിലെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും, ട്രീ ഓഫ് ലൈഫ്, ജീവന്റെ വൃക്ഷം, ദ ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിന്റെ സൗന്ദര്യം. 3 യൂണിറ്റുകളാണ് ബയോളജിയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മാത്സിന്റെ ആണ്. മാത്സിന്റെ കേസിൽ വരുമ്പോൾ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ, സമവാക്യ പരിഹാരം, ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ പഠിക്കാറുണ്ട്. ബൈസെക്ടേഴ്സ്, സമഭാജികള്, റേഷ്യോ, അംശബന്ധങ്ങള്, സർക്കിൾസ്, വൃത്തങ്ങൾ പഠിക്കാനുണ്ട്. ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ. അപ്പൊ എത്ര ചാപ്റ്റർ ഉണ്ട്? 6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. മാത്സിന് 6 ചാപ്റ്റർ പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. സമയം ഇനി അധികം ഇല്ല. കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തി പഠിക്കുക. 8ാം ക്ലാസ്സുകാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിലേക്കുള്ള ബേസ് ആണ് 8ാം ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് മിക്ക സബ്ജക്റ്റിനും, പ്രത്യേകിച്ച് സയൻസിൻ്റെ കേട്ടോ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുന്നതിന് ബേസ് ആണ്. ഈ ബേസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം വെറുതെ എക്സാമിന് ജയിച്ചു പോകാൻ വേണ്ടി പഠിക്കില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അല്ലാത്ത പക്ഷം ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. പല കോൺസെപ്റ്റുകളും പറയുമ്പോൾ അതിൻ്റെ ബേസ് 8ാം ക്ലാസ് ആണ്. അപ്പോൾ 8ാം ക്ലാസ്സിൽ ആ ബേസ് നല്ലോണം നിങ്ങൾ തറവാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. ഇതനുസരിച്ചിട്ട് സമയം കളയാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്